Hi friends, welcome to my channel Disha Malayali YouTuber. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ മാറ്റി മുഖം നല്ല ക്ലിയർ ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു 3 സ്റ്റെപ്പ് ഫേഷ്യൽ ആണ്. അപ്പോൾ നമ്മുടെ മുഖത്ത് മുഖക്കുരുവൊക്കെ വന്നിട്ട് അത് പോകുമ്പോൾ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ പോകാനും അതുപോലെ തന്നെ ഈ മുറിവൊക്കെ വന്നിട്ട് അത് കരിയുമ്പോൾ കറുത്ത പാടാവും. അപ്പോൾ അത് മാറാനും പിന്നെ ചിലർക്ക് ഇങ്ങനെ സ്കിന്നിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ കറുത്ത കുത്തുകളൊക്കെ വരാറുണ്ട്. ചിലർക്ക് ഈ ഒരുപാട് വെയിലൊക്കെ കൊണ്ടുവരുമ്പോൾ അങ്ങനെ വരും. ചിലർക്ക് ഒരുപാട് ഏജിനാവുമ്പോൾ മുഖത്ത് ഇങ്ങനെ കറുത്ത കുത്തുകൾ വരും. അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഫേഷ്യൽ കിടിലാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ 3 തവണ ചെയ്യാം. പിന്നെ ഈ മുഖക്കുരു വന്നിട്ടുണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ ആണെങ്കിൽ 2 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് മങ്ങി അത് ഫുള്ളായിട്ട് അങ്ങ് മാറും. അതിന് എക്സാമ്പിൾ ഞാൻ തന്നെ കാണിച്ചു തരാം. എൻ്റെ ഫേസിൽ ഈ കണ്ണിൻ്റെ ഇവിടെ ആയിട്ട് ഒരു കറുത്ത പാടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ വെഡ്ഡിങ് ഗസ്റ്റ് മേക്കപ്പ് ട്യൂട്ടോറിയൽ ചെയ്തിരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കും ഇവിടെ ഒരു കറുത്ത പാടുണ്ടായിരുന്നു. അത് മുഖക്കുരു വന്നിട്ടുള്ള ഒരു പാടായിരുന്നു. പിന്നീട് ഞാൻ ഇങ്ങോട്ട് ചെയ്തിട്ടില്ല, അത് കഴിഞ്ഞിട്ട് ചെയ്തിട്ടുള്ള വീഡിയോയിൽ ആ പാട് മങ്ങി ഇപ്പോൾ ഒട്ടും തന്നെ ഇല്ല. അത് നിങ്ങൾക്ക് വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ഫേഷ്യൽ അത്രയും കിടിലാണ്. അതുപോലെ തന്നെ മുറിവ് എന്ന പാടാണെങ്കിൽ കുറച്ച് ദിവസം കൂടെ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഈ ഡാർക്ക് സ്പോട്ട് ഉണ്ടല്ലോ, ചെറിയ കറുത്ത കുത്തുകൾ, അതും 2 ആഴ്ച കൊണ്ടിട്ട് മാറും. അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, കിടിലം റിസൾട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്ത് വരുന്ന ഒരു കൊച്ചു ബെലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ പുതുതായിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടൂ, അപ്പോൾ തന്നെ കാണാനും പറ്റുള്ളൂ. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ഫേഷ്യലിന് വേണ്ടുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പൊട്ടറ്റോ ആണ്. അപ്പോൾ പൊട്ടറ്റോ മുഖത്തുണ്ടാകുന്ന പാടുകൾ മാറ്റാൻ കിടില സാധനമാണ്. അപ്പോൾ പൊട്ടറ്റോ വെച്ചിട്ടുള്ള ഒരുപാട് റെമഡീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടിയെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെയിം നമ്മളിന്ന് പൊട്ടറ്റോ വെച്ചിട്ടുള്ള ഒരു 3 സ്റ്റെപ്പ് ഫേഷ്യലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഫേഷ്യലിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. അപ്പോൾ നമ്മൾ എന്തിനാണ് ക്ലെൻസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിൽ ഇങ്ങനെ എണ്ണമയവും അഴുക്കും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ മാറ്റി നമ്മുടെ സ്കിൻ, നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലെൻസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫേസ് നല്ല ക്ലീൻ ആയിട്ട് ഇരുന്നെങ്കിൽ മാത്രമേ നമ്മൾ മറ്റുള്ള റെമഡീസ് ഒക്കെ ചെയ്യുമ്പോൾ അത് നമ്മുടെ സ്കിന്നിനുള്ളിലേക്ക് പോയിട്ട് നല്ല റിസൾട്ട് കിട്ടുള്ളൂ. പഴുക്കും എല്ലാം ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അത് നമ്മൾ ചെയ്യുന്ന റെമഡീസ് കൊണ്ട് നമ്മുടെ സ്കിന്നിനൊരു പ്രയോജനം ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നമ്മുടെ സ്കിന്നിനുള്ളിലേക്ക് പോയിട്ട് ബെറ്റർ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഫേസ് ആദ്യം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസിങ് ചെയ്യാം. അപ്പോൾ ഈ ഒരു 3 സ്റ്റെപ്പ് ഫേഷ്യലിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ഫുൾ പൊട്ടറ്റോ വേണം. എന്നിട്ട് ഇതിൻ്റെ ഈ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇത് നല്ലപോലെ കഴുകി മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ ജ്യൂസ് ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്രേറ്ററിൽ വെച്ചിട്ട് ഇതിനെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ജ്യൂസ് ഫിൽറ്റർ ചെയ്തെടുത്താലും മതി. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ജ്യൂസ് എടുക്കാം. അപ്പം ഞാനിതിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇപ്പം ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മിൽക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് റോ മിൽക്കാണ് കേട്ടോ, തിളപ്പിക്കാത്ത പാലാണ്. പിന്നെ സെയിം 1 ടേബിൾ സ്പൂൺ പൊട്ടറ്റോ ജ്യൂസ്. എന്നിട്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു കോട്ടൺ ബോൾ ഇതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ഇത് ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്തിട്ട് ഒരു 5 മിനിറ്റിന് ശേഷം നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം. അടുത്ത സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബിംഗ് ആണ്. അപ്പോൾ ഇത് ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ 1 തവണ മാത്രം ഈ ഒരു സ്റ്റെപ്പ് ചെയ്താൽ മതി. ഇനി ഓയിലി സ്കിൻ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ആഴ്ചയിൽ 2 തവണ വരെ ചെയ്യാം.
അപ്പോൾ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ പൊട്ടറ്റോ നമ്മൾ ഫുള്ളായിട്ട് നേരത്തെ എടുത്ത പൊട്ടറ്റോയുടെ ജ്യൂസാണ്. അപ്പോൾ ഇത് കുറച്ച് നേരം ഇങ്ങനെ അനക്കാതെ വെക്കുമ്പോൾ ഇതിനകത്തുള്ള ഒരു ചെറിയ എന്താ പറയുക വൈറ്റ് കളർ ഒരു പൊടി പോലത്തെ സംഭവമില്ലേ, അത് താഴേക്ക് ഇങ്ങനെ അടിയും. കണ്ടോ? അപ്പോൾ ഈ ഒരു വെള്ളം പോലത്തെ സംഭവം ഈ ജ്യൂസ് മാത്രം മാറ്റിയിട്ട് നമുക്ക് ഈ ഒരു വൈറ്റ് ഈ ഒരു പൗഡർ മാത്രം വേണം. അപ്പോൾ ഈ ജ്യൂസ് അങ്ങ് മാറ്റിയെടുക്കുക. അപ്പോൾ കണ്ടോ? അപ്പോൾ ഈ ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലുള്ള ഈ ഒരു സംഭവം മാത്രം നമ്മളൊന്ന് അരിച്ചെടുക്കുക. ജസ്റ്റ് ആ ജ്യൂസ് ഒന്ന് മാറ്റിയെടുക്കുമ്പോൾ നമുക്കിത് കിട്ടും. ഇനി അടുത്തതായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗറാണ്. അപ്പോൾ ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതില്ലെന്നുണ്ടെങ്കിൽ വൈറ്റ് ഷുഗർ ചേർക്കുക കേട്ടോ. അപ്പോൾ വൈറ്റ് ഷുഗർ ആകുമ്പോൾ അതിനകത്ത് വലിയ തരിയൊക്കെ ആണെങ്കിൽ അത് ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക, ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇത് കണ്ടോ, ചെറിയ തരിയാണ്. അപ്പോൾ ഇത്രയും തരി മാത്രം മതി. ഒരുപാട് വലിയ തരി ആയാൽ നമ്മുടെ സ്കിന്നിന് കേടാണ്. അപ്പോൾ ചെറിയ തരിയാക്കി എടുക്കുക വലിയ തരി ആണെങ്കിൽ. ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് നാരങ്ങാനീരാണ്. പിന്നെ നാരങ്ങാനീര് അലർജി ആയിട്ടുള്ളവരുണ്ടെങ്കിൽ, സെൻസിറ്റീവ് സ്കിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് നാരങ്ങാനീരൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ സ്ക്രബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ഇത് നല്ലൊരു സ്ക്രബാണ്. കണ്ടോ? അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് ലൂസായിപ്പോയി. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ബ്രൗൺ ഷുഗർ ആഡ് ചെയ്യാണ്. ഇപ്പോൾ ബ്രൗൺ ഷുഗർ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, വൈറ്റ് ഷുഗർ ആയാലും മതി. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് സ്ക്രബ് ചെയ്യാം. അപ്പോൾ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഈ വൈറ്റ് ഹെഡ്സോ ബ്ലാക്ക് ഹെഡ്സോ അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് റിമൂവ് ആവും. പിന്നെ നമ്മുടെ ഫേസിൽ ഇങ്ങനെ ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ റിമൂവ് ആയിട്ട് നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്രബ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫേസിൽ ഇങ്ങനെ സ്ക്രബ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ്സ് വെച്ചിരിക്കുക. അതിനുശേഷം ഇത് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം. സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേസ് പാക്ക് ആണ്. അപ്പോൾ ഈ ഫേസ് പാക്കിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 1.5 ടേബിൾ സ്പൂൺ എടുക്കാം. ഇനി ഗോതമ്പ് പൊടി ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് അരിപ്പൊടിയോ അല്ലെങ്കിൽ ഓട്സിൻ്റെ പൊടിയോ പയറുപൊടിയോ കടലമാവോ ഇതിലേത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പം ഞാനിതിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നെല്ലിക്കയുടെ നീരാണ്. ഇത് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ്. ഇതിൽ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ മുഖത്തുണ്ടാകുന്ന പാടുകൾ മാറ്റാനും നമ്മുടെ സ്കിൻ ടോൺ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ നെല്ലിക്കയുടെ നീര് വളരെയധികം നല്ലതാണ്. അപ്പോൾ ഈ നെല്ലിക്ക എടുത്തിട്ട് ജസ്റ്റ് ഗ്രേറ്ററിൽ ഒന്ന് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് വേണ്ടത് പൊട്ടറ്റോയുടെ ജ്യൂസാണ്. അതും സെയിം 1 ടേബിൾ സ്പൂൺ തന്നെ എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അലോവേര ജെല്ലാണ്. അപ്പോൾ അതും സെയിം 1 ടേബിൾ സ്പൂൺ തന്നെ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് ഫ്രഷ് അലോവേര ജെല്ലാണ് കേട്ടോ. ഇപ്പോൾ ഫ്രഷ് അലോവേര ജെൽ എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അലോവേര പറ്റില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവൈലബിൾ അല്ല, അല്ലെങ്കിൽ സ്കിന്നിന് ചേരില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് തേൻ എടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ചുകൂടെ ലൂസ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൊട്ടറ്റോ ജ്യൂസ് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ പൊട്ടറ്റോ ജ്യൂസ് ആയിട്ടുണ്ട് ഇപ്പോൾ കേട്ടോ. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഫേസ് പാക്ക് ഒക്കെ ഇട്ട് കഴിഞ്ഞ് വാഷ് ചെയ്തതിന് ശേഷം ഫേസിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. അപ്പം ഞാനിവിടെ ഫ്രഷ് അലോവേര ജെല്ലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഏത് മോയ്സ്ചറൈസർ വേണമെങ്കിലും ഇടാം കേട്ടോ. അപ്പം ഞാൻ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. നല്ല ഇഫക്റ്റീവായിട്ടുള്ള നല്ല അടിപൊളി ഒരു 3 സ്റ്റെപ്പ് ഫേഷ്യലാണ്. പാടുകൾ പോകാൻ കിടില സാധനമാണ്. അപ്പോൾ ഈ ഫേഷ്യൽ ഏത് സ്കിൻ ടൈപ്പുള്ള ആൾക്കാർക്കും ചെയ്യാം കേട്ടോ. പിന്നെ ഓരോ സ്കിൻ ടൈപ്പ് അനുസരിച്ച് നിങ്ങൾക്ക് ഇന്ന സാധനങ്ങൾ യൂസ് ചെയ്യാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ അതിന് പകരം ഇത് യൂസ് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ പകുതി കണ്ടിട്ട് വന്നിട്ട് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെ സെയിം ചോദിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ള് കാണുക. അപ്പോൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ ഫേസ് പാക്കും പിന്നെ എന്താ പറയുക ക്ലൻസിങ് ഈ 2 സ്റ്റെപ്പ് നിങ്ങൾക്ക് ആഴ്ചയിൽ 3 തവണ വെച്ചിട്ട് ചെയ്യാം. സ്ക്രബ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ 1 തവണയും ഓയിലി സ്കിൻ ഉള്ളവരാണെങ്കിൽ 2 അല്ലെങ്കിൽ 3 തവണയും ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് എൻ്റെ അടുത്ത് പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇടാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതുകൂടെ ഒന്ന് ചെയ്യാം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.